കൊടുക്കട്ടെ. ഞാൻ ഇനി എന്ത് പറഞ്ഞു ഇവരേക്ക് വിശ്വസിപ്പിക്കേണ്ട ദൈവമേ, അവളെ കുടുംബം മുടിക്കും. മോളെ തുമ്പി മോളെ ഇത് കുടിക്ക്. അവിടെ നിക്കടി, ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഹലോ, ഒന്നിങ്ങോട്ട് നോക്കൂ. അയ്യോ മോളെ വാ, വാ നമുക്ക് പോവാം. നിങ്ങൾ എന്തിനാ ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ പേടിക്കുന്നേ? നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇവിടുന്ന് പോവാനാ പറഞ്ഞേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ദയവ് ചെയ്ത് ഞങ്ങളെ കുടുംബത്തെ കൂടെ അപകടത്തിലാക്കരുത്. നിങ്ങൾ ഇവിടുന്ന് പോണം. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ എന്തിനാ അപകടത്തിലാക്കുക? നിങ്ങൾ താമസിക്കുന്ന ആ കാണുന്ന വീടില്ലേ, ആ വീട്ടിൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. എന്താ നിങ്ങൾ പറയുന്നേ? ആ വീട്ടിൽ നടക്കാത്ത മരണങ്ങളില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോണം. ഞങ്ങൾക്ക് ഇനിയും വയ്യ. ആ വീട്ടിൽ താമസിച്ച് ആരും ജീവിച്ചിരിപ്പില്ല. ജീവൻ വേണമെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ. അതാണ് ഈ വീട്. വരുന്നവരാരും ഒന്നും അറിയില്ല. പക്ഷെ ഒരിക്കലും ആ വീടിന്റെ പുറത്തേക്ക് ആർക്കും പോകാനും കഴിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ. നിങ്ങൾ അവിടെ എത്രയും പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ ഞാനും എന്റെ കുഞ്ഞിനും അപകടത്തിലാകും. ഒരു സ്വാമിയുണ്ട്. ആ സ്വാമിയായിരുന്നു ആ വീട്ടിലെ എല്ലാ കർമ്മങ്ങളും ചെയ്ത്. സ്വാമി ശശാനന്ദ. അവരെടുത്ത് നിങ്ങളൊന്ന് പോയി നോക്ക്. കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങളുടെ ഒരു ജീവന്റെ ഉറപ്പിന് വേണ്ടി. ആരാ മനസ്സിലായില്ല? ഇവിടെ നിൽക്കുക, സ്വാമി കുറച്ച് തിരക്കില്ല. ഞങ്ങൾ അങ്ങോട്ട് വന്ന് വിളിക്കാം. എന്റെ ചിക്കൻ കാല എന്ന് ഞാൻ നിന്നെ മുഴുവൻ കഴിച്ചു തീർക്കും. സൂപ്പർ ആയിട്ടുണ്ട്.
ഓ നിങ്ങളുടെ ചിക്കൻ കാലത്തിൽ നിന്നോ 2 പാർട്ടികളുടെ പുറത്ത് വന്നിട്ടുണ്ട്. നല്ല പൂത്ത കൊണ്ടെന്ന് തോന്നുന്നു കയ്യില്. തൽക്കാലം നീ എന്തെങ്കിലും പറഞ്ഞ ഒപ്പിക്കട്ടെ, എന്നിട്ട് ആ കാശിക്ക് വാങ്ങ്. ഇങ്ങനെയാണ് ഈ പണി നിർത്തി ഞാൻ പോവുക. നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കള്ളു കുടിച്ച് ഇവിടെ കുത്തിരിക്കരുത്. വരുന്നവർക്ക് എന്റെ സംശയം തോന്നി തീർന്ന്. അങ്ങനെ ഒരു സംശയം തോന്നില്ലടേ. ഈ ഗജബോധൻ സ്വാമി ഇതുവരെ ആരോടെങ്കിലും വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായി നടന്നിട്ടുണ്ട്. നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നിങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ച് അവരുടെ ഉള്ളിലേക്ക് വരാൻ പറയണം. അവിടെ നിൽക്കടാ ഈ ചിക്കൻ കാലും കൂടി തിന്നിട്ട്. ഓ നിങ്ങളുടെ ഒരു ചിക്കൻ കാലം ഇതൊക്കെ എടുത്തു വെക്കാനേ പറഞ്ഞേ. കുറച്ച് പൈസ തടയുന്ന കാര്യം നോക്കുമ്പോ റേഷൻ വാങ്ങാൻ വരെ ഇപ്പൊ കയ്യിൽ 10 പൈസ ഇല്ല. ആ ശരി ശരി എടുത്തു വെക്കാം. കൈമ ഞാൻ വിളിക്കാം. നീ അങ്ങോട്ട് ചെല്ല്. ഞാൻ എന്തായാലും ഈ ചിക്കൻ കാലം തിന്ന് കഴിഞ്ഞിട്ടേ അവരെ വീട്ടോട്ടേക്ക് വിളിക്കാൻ സമ്മതിക്കുള്ളൂ. കുറച്ച് ഉപ്പ് കൂടുതലാണെന്നോ ഒരു സംശയം. സ്വാമിയുടെ എല്ലാം കഴിഞ്ഞിരിക്കണോ? വന്നോളാം. അല്ല സ്വാമിയുടെ ദർശന സമയം ആയിക്കണോ? എല്ലാരും ഇങ്ങോട്ട് കയറി വരിക. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാം അതുപോലെ ചെയ്തോ. കടന്നു വരിക കടന്നു വരിക. സ്വാമി ഞങ്ങൾ അനുഗ്രഹിക്കണം. നമുക്കെല്ലാം മനസ്സിലായിക്കണോ ആർക്കാ പ്രശ്നം. ഇന്ന് ചുവപ്പ് കളർ സാരി എടുക്കാനായിരുന്നില്ലേ തീരുമാനം? പിന്നെന്തിനാ മാറ്റിയത്? പിന്നെ എന്തിനാ ഈ ചുരിദാർ കൊടുത്ത് വന്നിരിക്കണേ? ഓ ഈ കിഴവൻ 10 കാശ് കിട്ടുന്നത് ഇല്ലാതാക്കും. നമുക്കെല്ലാം മനസ്സിലാവും. നമുക്ക് മനസ്സിലാവാത്തതായി ഒന്നുമില്ല. ചുവപ്പ് കളർ സാരി ആയിരുന്നു ഒന്നുകൂടി ചേർച്ച. പറയാ ഇപ്പൊ എന്താ കുഴപ്പം? സ്വാമി എന്റെ മോൾക്ക് എന്തൊക്കെയോ സംഭവിച്ചു സ്വാമി. ഇതുവരെ ഇല്ലാത്ത പെരുമാറ്റങ്ങളും എന്തൊക്കെയോ പറയാ സ്വാമി. അവൾക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഒരു കാര്യം ഉണ്ടായിട്ടില്ല സ്വാമി. ഇല്ല ഞങ്ങളുടെ പ്രതീക്ഷ. നമുക്ക് മനസ്സിലായിക്കണം. ഇങ്ങോട്ട് മാറി നിൽക്ക് കുട്ടിയെ. അയ്യോ സ്വാമി ഇവൾക്കല്ല, എനിക്ക് വേറൊരു മോളുണ്ട് അവൾക്കാ. എന്നാ അവളെ ഇങ്ങോട്ട് വിളിക്കുക. സ്വാമി അവളെ കൊണ്ടുവന്നില്ല. ഓ നിങ്ങൾ എന്ത് താത്ത അവളെ കൊണ്ടുവരണ്ടേ? എന്റെ ദൈവം ഇയാളെല്ലാം പൊളിച്ച്